Royal A2 Plus. Our classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ കഴിഞ്ഞതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫെർട്ടിലൈസേഷനും പ്രീ ഫെർട്ടിലൈസേഷനും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഒക്കെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവർ പ്ലാന്റ് സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മൾ സാധാരണ കാണുന്ന പൂക്കളിലുള്ള വളരെ ചെറിയിട്ടുള്ള നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നമ്മൾ ഫ്ലവർ എടുത്ത് നമുക്കതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല, ഇനി അത് ചെയ്ത് നോക്കുക. കാരണം ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ കിട്ടും. നമ്മൾ സാധാരണ ഫ്ലവേഴ്സ് കാണുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ഇതേ ഉള്ളൂ അല്ലേ? കുറേ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെ മണം അല്ലേ, പ്ലസന്റ് സ്മെല്ലാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി കളറുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ ഈ പൂക്കളില്ലാത്ത ചെടികളും ഉണ്ട്, പൂക്കളുള്ള ചെടികളും ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? പൂക്കളുള്ള ചെടികളാണ് അല്ലേ? അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. അതിൽ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നോർമലി കാണുന്ന കളറല്ലാതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ചെമ്പരത്തികളൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് വെറൈറ്റി ഉണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും നല്ല കളറുകൾ അതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആർട്ടിഫിഷ്യലി. അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലസന്റ് ആയിട്ടുള്ള ഒരു വ്യൂ. നമ്മളിപ്പം വീടിനെ ഭംഗിയാക്കാനും ഇപ്പോൾ ഓഫീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ചെടിച്ചട്ടിയിലോ എങ്ങനെ ഹാങ്ങിങ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഫ്ലവേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഫ്ലവേഴ്സിനെ പറ്റി നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ട് എല്ലാമാണ്, പക്ഷേ അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് അറിയണം. അതിൻ്റെ ഓരോ ഫങ്ഷൻസും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ നോർമലി ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ എടുത്തിട്ട് അതിന് സെക്ഷൻ എടുക്കുക എന്ന് പറയും. സെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഫ്ലവറാണ് ഇത് ചെമ്പരത്തി എന്നുള്ളത്. ചെമ്പരത്തി നമ്മൾ സെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ വെച്ച് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണും? നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അത് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ കാണും. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ആ ചെമ്പരത്തിയുടെ ഏറ്റവും ടിപ്പിൽ, അതായത് ആ ട്യൂബ് പോലെ ഇരിക്കുന്നതിന് ഏറ്റവും ടിപ്പിൽ മുത്ത് പോലെ, ചുവന്ന മുത്ത് പോലെ 5 മുത്തുകൾ ഇരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതാണ് സ്റ്റിഗ്മ. ഇനി ഓരോ ഫ്ലവറിനും ഓരോ രീതിയിലാണ് ഈ പറഞ്ഞ സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറയുന്നത് എപ്പോഴും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അത് നിങ്ങൾ ഓർക്കുക. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ഒരിക്കലും സ്റ്റിഗ്മ എന്ന് പറയും. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ എന്ത് പറയുന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്റ്റേമനാണ് അല്ലേ? സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്താണെന്നും പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ? സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ സ്റ്റേമൻസ് മാത്രമുള്ള, നമ്മൾ യൂണിസെക്ഷൽ പഠിച്ചു, ബൈസെക്ഷൽ പഠിച്ചു, പിന്നെ മോണോതീക്കസും ഡൈതീക്കസും ആയിട്ടുള്ള ഫ്ലവേഴ്സ് പഠിച്ചു ഇല്ലേ? അതായത് സെപ്പറേറ്റ് ഫ്ലവേഴ്സിൽ കാണുകയാണെങ്കിൽ അത് ഡൈതീക്കസും, സിംഗിൾ ഫ്ലവറിലാണെങ്കിൽ മോണോതീക്കസും. ഇനി മോണോതീക്കസ് അല്ല, മൊണീഷ്യസും ഡൈഷ്യസും. ഇനി നമ്മൾ ഇതിൽ പറയുന്ന വേറൊരു കാര്യം, അപ്പം നമ്മൾ ഈ സെക്ഷൻ എടുത്ത് വച്ച് നോക്കുമ്പോൾ ഈ ടിപ്പിൽ കാണുന്ന ആ ഒരു പാർട്ടാണ് എന്തെന്നുള്ളത് സ്റ്റിഗ്മ, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി അതിൻ്റെ സൈഡിൽ ഈ ഹിബിസ്കസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ചെമ്പരത്തിയിൽ എടുക്കുമ്പോൾ സൈഡിൽ നിറയെ പൂമ്പൊടിയായിട്ട് നിൽക്കുന്ന കുഞ്ഞു നാരുകൾ പോലെ ഇരിക്കുന്നത് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതാണ് എന്തെന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമൻ. ഇനി ഈ ചെമ്പരത്തി തന്നെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു സ്ട്രക്ചർ അല്ല ചെമ്പരത്തി, ഇത് വേറൊരു ഫ്ലവറാണ്. ചെമ്പരത്തിയിൽ നമ്മൾ ആ ഒരു ട്യൂബ്, നമ്മൾ സെൻട്രൽ കാണുന്ന ആ ട്യൂബിനെ വീണ്ടും കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബ്ലേഡോ അങ്ങനെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും നീഡിൽ കൊണ്ടോ ഒന്ന് കീറി നോക്കുകയാണെങ്കിൽ നടുക്കൂടെ ഒരു കുഞ്ഞ് നാല് പോലെ പോയിരിക്കുന്ന ഒരു പാർട്ടുണ്ട്. അതാണ് സ്റ്റിഗ്മയുടെ റിമൈനിങ് പാർട്ട്. ഈ സ്റ്റിഗ്മ ഫൈനലി, അതായത് ഈ സ്റ്റിഗ്മയുടെ ഈ 5 പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞു മുത്തുകൾ പോലെ കാണുന്നത്, അതാണ് സ്റ്റിഗ്മ. ആ സ്റ്റിഗ്മയുടെ റിമൈനിങ് പാർട്ടാണ് താഴെ കാണുന്ന ആ ഒരു നാല് പോലത്തെ ഒരു സ്ട്രക്ചർ. ഇനി ദിസ് ഫൈനലി ലീഡ്സ് ടു ദ ഓവൽ. നമ്മളത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തുള്ള കുഞ്ഞു മുത്ത് പോലെ കാണാൻ പറ്റും. അതാണ് ഫൈനലി എന്തായിട്ട് മാറുന്നത്? ഒന്നിൽ ഫ്രൂട്ടായിട്ടോ സീഡായിട്ടോ മാറുന്നു.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ എടുത്താൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെക്ഷൻ ഓഫ് എ ഫ്ലവർ ആണ്. ഇതിന് ഈ ഒരു ഡോട്ടഡ് ലൈൻസിൽ കൊടുത്തിരിക്കുന്ന അതിന്റെ പെറ്റല്, ഈ ടിപ്പിൽ കാണുന്ന സ്റ്റിഗ്മ, സൈഡ് വൈസ് ഈ കാണുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമൻ. സ്റ്റേമന് തന്നെ 2 പോർഷൻ ഉണ്ട്. ഇത് ആങ്കറും താഴെ കാണുന്ന ഈ സ്റ്റെമ്മ് പോലെ കാണുന്നതാണ് ഫിലമെന്റ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇതിൽ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേമന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്തൊക്കെയാണ്, അതായത് സ്റ്റിഗ്മയും ഓവറിയൊക്കെ എങ്ങനെയെല്ലാം ഇരിക്കുന്നു, അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര ലെയേഴ്സ് ഉണ്ട്, ഓരോന്നിനും എന്തൊക്കെ ഫംഗ്ഷൻ എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഈ ആന്തർ അല്ലെങ്കിൽ സ്റ്റേമൻ എത്ര പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ആന്തർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ കൊണ്ട് നീണ്ട് കമ്പ് പോലെ ഇരിക്കുന്നു, കണ്ടില്ലേ? ഈ നീണ്ടിങ്ങനെ താഴെ വന്ന് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ താഴെ ആയിരിക്കാം, പെറ്റലിന്റെ താഴെ ആയിരിക്കാം കണക്ഷൻ, ചിലപ്പോൾ പെറ്റലിന്റെ നടുക്കാവാം, അങ്ങനെയൊന്നുമില്ല. ആ കണക്ഷൻ എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. അത് നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. ഈ സ്റ്റെം പോലെ ഇരിക്കുന്ന പാർട്ടാണ് ഏത്, ഫിലമെന്റ് എന്നുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ താഴെ ഈ പൂവിന്റെ ഇതള് ഇളക്കിയെടുക്കുമ്പോൾ പച്ച കളറിൽ കാണുന്നതാണ് സെപ്പൽ അല്ലെങ്കിൽ കാലിക്സ് എന്ന് പറയും. ഇനി പെറ്റലിന് വേറൊരു പേരുണ്ട്, പെറ്റലോ കൊറോണ. സെപ്പലിന് വേറൊരു പേരുണ്ട്, കാലിക്സ്. കൂടുതൽ ഈ ഒരു പേരാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ്, സോറി. അപ്പോൾ അതായത് പെറ്റൽ അല്ലെങ്കിൽ കൊറോള, ദെൻ സെപ്പലോ, കാലിക്സ്. ഇതിനെ എല്ലാം ലീഡ് ചെയ്ത് എവിടെ വരെ എത്തിയിട്ടുണ്ട്, ഓവർ. ഈ ഓവറിക്കകത്താണ് എനിക്ക് ഫോം ചെയ്യുന്നത് സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്. അതാണ് നമ്മൾ ചില ഇത് പൂ പൊഴിഞ്ഞു പോയിട്ടല്ലേ എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാകുന്നത്. പപ്പായ എടുത്തോളൂ, പിന്നെ മാതളങ്ങ, പിന്നെ മാങ്ങ, പൂമ്പൊടി എല്ലാം പോയിട്ടല്ലേ. ഇനി അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി നമ്മൾ സാധാരണ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. കൃഷിയായിട്ട് തന്നെ അത് നിലനിന്ന് പോകുന്ന ഒരു പ്രോസസ്സാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് ഓർക്കിഡിനെ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ആന്തൂറിയം, ഇതൊക്കെ വേറെ വേറെ ഗ്രൂപ്പുകളാണ്. ഓർക്കിഡ് ഒരിക്കലും ആന്തൂറിയത്തിൽ വരില്ല, ആ ഒരു ഗ്രൂപ്പിൽ വരില്ല. പിന്നെ വേറെ ഫ്ലവർ അലമാൻഡ, അങ്ങനെ ഒരുപാട് പേരുകൾ. റോസ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്, ജാസ്മിൻ ഉണ്ട്, ലില്ലി ഉണ്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ ക്രൈസാൻഡമം, ജമന്തി, പിന്നെ വേറെ എന്താ പറയുക, നമ്മുടെ ഡാലിയ, അങ്ങനത്തെയൊക്കെ ഒരുപാട് ജെർബറ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാന്റ്സ് ഉണ്ട്. അതാണ് ഈ ജെർബറയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബൊക്കയിലൊക്കെ കാണുന്നത്. അത് പെട്ടെന്നൊന്നും വാടിപ്പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനൊരു പേരുണ്ട്. ഫ്ലോറികൾച്ചർ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ച് അതിൽ റിസർച്ചൊക്കെ നടത്തി ഫ്ലോറിസ്റ്റായിട്ട് മാറാം, ഫ്ലോറികൾച്ചറിസ്റ്റായിട്ട് മാറാൻ പറ്റും. അതായത് ചെടികളെല്ലാം റെയർ ചെയ്ത് ചെടികളെ മാത്രം പരിപാലിച്ച് ഒരു നഴ്സറിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ആദായം ഉണ്ടാകുന്നതാണ്. പിന്നെ പൂക്കളെന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, വളരെ കണ്ണിന് വളരെ പ്ലസന്റ് ആയിട്ടുള്ളത്, നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ബാക്കി സാധാരണ ഒരു ജോലി പോലെയല്ല. അപ്പൊ അങ്ങനെ ഫ്ലോറികൾച്ചറിസ്റ്റ് ആവണമെങ്കിൽ അതും ആവാം. അപ്പൊ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ. ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഫ്ലവറിന്റെ സെഗ്മെന്റ് എടുത്തതിൽ കുറച്ച് ടേംസ് ഉണ്ട്. ബൈലോ, ഡൈത്തീക്കസ്, മൈക്രോസ്പൊറാഞ്ചിയ, പോളൻ സാക്ക്. ഇത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാം ഓരോ മാർക്കിന് 2 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാമിന്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ബൈലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ബൈലോ, ഡൈത്തീക്കസ്, മൈക്രോസ്പൊറാഞ്ചിയ, പോളൻ ഗ്രെയിൻസ്, ഇതെല്ലാം ഒറ്റ കാര്യം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന എല്ലാ ടേംസ്. ഏതൊക്കെയാണ്? ബൈലോട്ട് ഉണ്ട്, ഡൈത്തീക്കസ് ഉണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്, പോളൻ സാക്ക് ഉണ്ട്. ഫസ്റ്റ് ടേം ബൈലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തറിൽ ഒരു സിംഗിൾ ലോബായിട്ടല്ല കാണുന്നത്.
ഇങ്ങനെ 2 ലോബായിട്ടാണ് കാണുന്നത്. ഇനി എല്ലാ ആന്തേഴ്സും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മോർ ദാൻ 96% ആന്തേഴ്സും ഇങ്ങനെയായിരിക്കും, ബൈലോബ് തന്നെയാണ്. പിന്നെ ഈ ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എടുത്തു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്താണെന്ന് ആദ്യം വരുന്നത്. ഇറ്റ് ഈസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ് കണ്ടെയ്നിങ് പാർട്ടാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ല, അതിൽ വരുന്നത് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറിയാണ്. മെയിൽ പാർട്ടാണ് സ്റ്റേമൻ. സ്റ്റേമന്റെ സ്ട്രക്ചറാണ് ഏതൊക്കെ? ആന്തറും ഫിലമെന്റ്. ആന്തറും ഫിലമെന്റ്. ഇനി ഇത് 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഇതിനെ ഡൈറ്റീക്കസ് ആന്തർ എന്ന് പറയുന്നത്. 2 സെപ്പറേറ്റ് പാർട്ടായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഡൈറ്റീക്കസ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്പൊറാൻജിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ടേമാണ്. അപ്പോൾ ബൈലോബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലോബ് ഉള്ളതിനെയാണ് നമ്മൾ ബൈലോബ്ഡ് എന്ന് പറയുന്നത്. ആന്തേഴ്സ് ആർ ഓൾവേസ് ബൈലോബ്. What do you mean by dithecous anther or monothecous anther? Dithecous means the lobe of the anther containing 2 parts. ഇനി ഒറ്റ സിംഗിൾ പാർട്ടായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ മോണോതീക്കസ് എന്ന് പറയും. ഇനി what do you mean by microsporangia? മൈക്രോസ്പൊറാൻജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗാമീറ്റ് കാണുന്ന ആ ഒരു സാക്കിനെയാണ്, ആ ഒരു വലിയൊരു പോർഷൻ, അതായത് മൈക്രോസ്പോർസ് കണ്ടെയ്നിങ് സാക്കിനെയാണ് മൈക്രോസ്പൊറാൻജിയ. ഇനി വാട്ട് യു മീൻ ബൈ സ്പൊറാൻജിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിം വിച്ച് മെയിൻലി റിലേറ്റ്സ് ടു സാക്ക്. ഒരു ചാക്ക് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പൊറാൻജിയ എന്ന് പറയുന്നത്. അത് പൊട്ടിയാണ് എന്ത് പുറത്തേക്ക് വരുന്നത്? പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ പോളൻ സാക്സ്? ഈ പറഞ്ഞ മൈക്രോസ്പൊറാൻജിയയുടെ അതിനെ ആസെറ്റ് മെച്യൂർ ആയിട്ടുള്ള മെയിൽ ഗാമീറ്റ്സിനെ പറയുന്നതാണ് പോളൻ ഗ്രെയിൻസ്. അത് കണ്ടെയ്നിങ് സാക്കിനെ പറയുന്നതാണ് പോളൻ സാക്ക്. അപ്പൊ മനസ്സിലായി, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ആന്തറിന്റെ പാർട്ട് പറഞ്ഞു. ആന്തറിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ എത്ര പാർട്ടുണ്ട്? 2 സ്ട്രക്ചറുകൾ. ഏതൊക്കെയാണ്? ആന്തറും ഫിലമെന്റും. ഫീമെയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമനിന് 2 പാർട്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആന്തർ ആൻഡ് ഫിലമെന്റ്. ദ പാർട്ട് ഓഫ് ദ ആന്തർ വിച്ച് ഇസ് 2 in number, 2 നമ്പർ ഉള്ളതിനെയാണ് ബൈലോബ്ഡ് എന്ന് പറയുന്നത്. Then what do you mean by dithecous anther? If the ബൈലോബ്ഡ് ആന്തർ കൺസിസ്റ്റ് ഓഫ് 2 parts, സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് ഉണ്ട്, 2 ലോബ് പോലെ ഉള്ളതിനെയാണ് ഡൈത്തീക്കസ് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഒറ്റ ലോബേ ഉള്ളെങ്കിൽ അതിനെ മോണോതീക്കസ് എന്നും പറയും. What do you mean by microsporangia? The pollen grains containing sac-like structure is called microsporangia. അതായത് മെയിൻ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള മെയിൽ ഗാമേറ്റ്സ്, മെച്ചർ മെയിൽ ഗാമേറ്റ്സ് ഉള്ള ആ സാക്കിനെ പറയുന്ന പേരാണ് മൈക്രോസ്പൊറാൻജിയ. ഇനി പോളൻ ഗ്രെയിൻസ് ഡെവലപ്ഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാക്കിനെ പറയുന്നതാണ് പോളൻ സാക്ക്. അപ്പൊ ഇത്രയാണ് കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മളൊരു ഫ്ലവറിന്റെ LS എടുത്തു. LS എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ. നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞത് ഏതാണ്? ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മ. ദെൻ സ്റ്റേമൻ പറഞ്ഞു, പിന്നെ ഫിലമെന്റ്. അതൊക്കെ ആന്തറിന്റെ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ വരുന്നതാണ് ഈ പറയുന്ന ഫിലമെന്റ് എല്ലാം. ദെൻ കംസ് ദ പെറ്റൽ, സെപ്പൽ, ദെൻ ഓവറി. ഈ പെറ്റലിന് വേറൊരു പേരുണ്ട്, കൊറോള, സെപ്പൽ, കാറ്റക്സ്.
സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം 4 ലേയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? എപ്പിഡെർമിസ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, മിഡിൽ ലെയേഴ്സ് ഉണ്ട്, പിന്നെ ടപ്പീറ്റ. നമുക്കിനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സ്ട്രക്ചർ മൈക്രോസ്പൊറാൻജിയത്തിൽ മാത്രമല്ല, ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലും ഇതേ സ്ട്രക്ചറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കുറച്ചു മുമ്പ് പറഞ്ഞ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, പോളൻ ഗ്രെയിൻസ് ആണ് മെയിൻ ഗാമറ്റോഫൈറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞു അല്ലേ. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പോളൻ സാക്ക്. ഇനി ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഓരോ പോളൻ ഗ്രെയിൻസിനും ഓരോ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് നമ്മൾ കാണുന്ന ഈ പൂമ്പൊടി എല്ലാം ഒരുപോലെയല്ല. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. എത്ര പാർട്ട് ഉണ്ട് ഒരു മൈക്രോസ്പൊറാൻജിയ എടുത്തു കഴിഞ്ഞാൽ? എപ്പിഡെർമിസ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, മിഡിൽ ലെയേഴ്സ് ഉണ്ട്, ടപ്പീറ്റ ഉണ്ട്. ഈ 3 ലെയേഴ്സ് ആണ് ഒരു മൈക്രോസ്പൊറാൻജിയത്തിലുള്ളത്. ആദ്യത്തെ 2 ലെയർ എപ്പോഴും എന്തായിരിക്കും ഫംഗ്ഷൻ? പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ ആണ്. അതായത് എപ്പിഡെർമിസും എൻഡോഡെർമിസും എന്താണ് ഫംഗ്ഷൻ? വിച്ച് പ്രൊട്ടക്ട്സ് ദ മൈക്രോസ്പൊറാൻജിയ. മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആണ്. അതായത് ഒരു കുഷൻ പോലെയാണ് ഫോം ചെയ്യുന്നത്. ഈ മൈക്രോസ്പൊറാൻജിയ അല്ലെങ്കിൽ മൈക്രോസ്പോറിനെ പെർഫെക്റ്റ് ആയിട്ട് കെയർ ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്ത് കെയർ ചെയ്ത് വെക്കുന്ന ഒരു ലെയർ ആണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്. വളരെ കുഷൻ എഫക്റ്റ് ഉള്ള, ഒരുപാട് ടിഷ്യൂസ് ഉള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് എന്ന് പറയുന്നത് മിഡിൽ ലെയർ. ഇനി ഏറ്റവും ഇന്നർ മോസ്റ്റ് ആണ് ടപ്പീറ്റ. ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ന്യൂട്രീഷൻ. അതായത് ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന മൈക്രോസ്പോർസിന് വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ, മിനറൽസും ന്യൂട്രിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ടപ്പീറ്റ. അപ്പം ടപ്പീറ്റം ലെയർ മാത്രം നിങ്ങൾക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യന് ചോദിക്കാം. അതായത് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ, പിന്നെ അത് ഏത് ഭാഗത്താണ് കാണുന്നത്? ഇന്നർമോസ്റ്റ് ആണോ, ഔട്ടർ ലെയർ ആണോ, മിഡിൽ ലെയർ ആണോ, ഏതാണ് ടപ്പീറ്റം എന്ന് ചോദ്യം വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയ എന്ന് പറയുമ്പോൾ there are mainly 4 layers. Which are they? Epidermis, which is the outermost layer. Inner to this is the endodermis. Again, inner to this is the middle layers, which forms a protective layer to the microspores. And it is a soft layer also. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ കൂടെ ആണ് ഏത്? മിഡിൽ ലെയർ എന്ന് പറയുന്നത്. ഇനി ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ടപ്പീറ്റം. And the main function of tapetum is to nutritive in function. അതായത് to nourish the മൈക്രോസ്പോർ. അതിനാവശ്യമുള്ള വാട്ടർ, മിനറൽ, മൈക്രോ ന്യൂട്രിയൻസ് എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ് ബൈ ടപ്പീറ്റം. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ മൈക്രോസ്പൊറാൻജിയത്തിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞു നോക്കിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. അതായത് ടപ്പീറ്റത്തിന്റെ ഇന്നർമോസ്റ്റ്, അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഏതാണ്? സ്പോറോജീനസ് ടിഷ്യൂ. ഇനി സ്പോറോജീനസ് ടിഷ്യൂ ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. എന്താണത്? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസിനെയാണ് അല്ലെങ്കിൽ ടിഷ്യൂസിനെയാണ് പറയുന്നത് എന്നുള്ളത് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ടിഷ്യൂ. വാട്ട് യു മീൻ ബൈ ഹോമോജീനസ് ടിഷ്യൂ? ഹോമോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വൈസ് ഒരു ഡിഫറൻസും ഇല്ലാത്തത് ഒരുപോലെയുള്ള ഒരു കൂട്ടം ടിഷ്യൂസിനെ പറയുന്നതാണ് ഹോമോജീനസ് ടിഷ്യൂ. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്പോറോജീനസ് ടിഷ്യൂ? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, സിമിലർ ആയിട്ടുള്ള സെയിം സ്ട്രക്ചറുള്ള ഒരു ഗ്രൂപ്പ് ടിഷ്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോമോജീനസ് ടിഷ്യൂ. ഇനി ഈ ഹോമോജീനസ് ടിഷ്യൂ എവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ആന്തറിന്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ മൈക്രോസ്പൊറാൻജിയത്തിനകത്ത് പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റ് സമയത്താണ് നമ്മൾ ഈ സ്ട്രക്ചർ പഠിക്കുന്നത്. അതായത് മൈക്രോസ്പോറിന്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആന്തറിന്റെ
ഈ ലെയേഴ്സിന്റെ ഏറ്റവും അകത്ത് കാണുന്ന ഒരു ഗ്രൂപ്പ് കോമ്പാക്ട്ലി അറേഞ്ച് ആയിട്ടുള്ള സെയിം സ്ട്രക്ചർ ഉള്ള ടിഷ്യൂസിനെ പറയുന്നതാണ് സ്പോറോജീനസ് ടിഷ്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ വാട്ട് യു മീൻ ബൈ ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ആണ്. അതിൽ നമ്മൾ മൈറ്റോട്ടിക് ഡിവിഷനും പഠിച്ചു, മിയോട്ടിക് ഡിവിഷനും പഠിച്ചു ഇല്ലേ. അപ്പൊ ഈ മിയോട്ടിക് ഡിവിഷനിൽ പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ടു ഫോം ഗാമീറ്റ് മദേഴ്സ് അല്ലെ. ആ പറയുന്ന ആ സ്പെഷ്യലി പെർഫോം ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്ന പേരെന്തായിരുന്നു? മിയോസൈറ്റ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെയും സെയിം ആ ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്പോറോജീനസ് ടിഷ്യൂ ആണ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് റിഡക്ഷൻ ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഡിവിഷനായിട്ട് സെൽ ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറുന്നത്? പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ലേറ്റർ ഓൺ ദേ ഗെറ്റ് ബ്രോക്കൺ ഡൗൺ അല്ലെങ്കിൽ ആ ഒരു സാക്ക് പൊട്ടിച്ച് പുറത്തു വരുന്ന പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇന്നർ മോസ്റ്റ് ആയിട്ടാണ് ഏത് പാർട്ടുള്ളത്? സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂ ആണ് ഫൈനലി ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഏത്? പോളൻ ഗ്രെയിൻസ്. അതായത് മെയിൻ ഗാമറ്റോഫൈറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? സ്പോറോജീനസ് ടിഷ്യൂ വഴിയാണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്പോറോജീനസ് ടിഷ്യൂ? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് ടിഷ്യൂസിനെ ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഇതേ സ്പോറോജീനസ് ടിഷ്യൂ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ, അതായത് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഫോം ചെയ്യും. അതാണ് സ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് അതായത് ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം പോളൻ മദർ സെൽ. ഒരു പാരന്റ് എന്തായിരുന്നാലും വേണം, അതിൽ നിന്നുള്ള റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞ് ഫൈനലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിംഗിൾ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോർസിനെ പറയുന്നതാണ് മൈക്രോസ്പോർസ്. ആ മൈക്രോസ്പോർസ് ആണ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പോളൻ ഗ്രെയിൻസ്. അതായത് ഫൈനലി ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസ് ആണ് ഏത് വഴി ഉണ്ടാകുന്നത്? മൈക്രോസ്പോറോജെനസിസ് വഴി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പോറാഞ്ചിയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? there are mainly 4 structure. ഏതൊക്കെ? I mean 4 layers. ഏതൊക്കെയാണ്? outermost epidermis, inner to this is the endodermis, then comes the middle layers. Middle layers are protective in function which forms soft tissue. soft tissue ആയിട്ട് ഇരിക്കുന്ന ഒരു ലെയർ ആണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്. ഇനി inner to this is the tapetum. tapetumത്തിന് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, which helps in nourishing the microspores. മൈക്രോസ്പോർസിനെ നല്ല രീതിയിൽ നറിഷ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടപ്പീറ്റത്തിനുള്ളത്. ഇനി യങ് ആന്തറിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ടിഷ്യൂ ഇസ് നോൺ ആസ് സ്പോറോജീനസ് ടിഷ്യൂസ്. ദേ later on undergoes meiotic division to form pollen grains and this process is called microsporogenesis. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് പോളൻ മദർ സെൽ മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് വളരെ കുഞ്ഞായിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അത് ഞാൻ എന്ത് പറയുന്നത്? മൈക്രോസ്പോറോജെനസിസ്. ഇനി ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അതായത് ഡെവലപ്പ് ചെയ്ത് വളരെ മെച്ചുറായി നിൽക്കുകയാണ്. അതായത് മെച്ചുറായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഏതിനകത്ത് നിൽക്കുകയാണ്? മൈക്രോസ്പോറാഞ്ചിയക്കകത്ത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാറ്റലൈറ്റ് സ്ട്രക്ചറിന്റെ പേരാണ് മൈക്രോസ്പോറാഞ്ചിയ. അതിനകത്തുനിന്ന് എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. when the pollen grains get matured, അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതായത് അതൊന്ന് ഉണങ്ങിയിട്ട് ദേ സ്റ്റാർട്ട് ബ്രേക്കിംഗ് ഔട്ട്. അത് പൊട്ടിയാണ് പിന്നെ നമ്മൾ എന്ത് കാണുന്നത്? പൂമ്പൊടി പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഹിബിസ്കസിലെല്ലാം നമ്മൾ കൈവച്ച് തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെല്ലാം മഞ്ഞ കളറിൽ കുഞ്ഞു പൊടി പറ്റാതെ അത് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അല്ലാത്തതിലൊന്നും പുറത്തേക്ക് വരില്ല. പൂ വിരിഞ്ഞ് പുറത്തേക്ക് തുറന്നിരിക്കുമ്പോഴാണ് എന്ത്? പൂമ്പൊടി ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇതാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് ഹെൽപ്സ് ഇൻ പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആൻത്ര ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. ഇറ്റ് ഇസ് കോൾഡ് പോളിനേഷൻ. മലയാളത്തിൽ പരാഗണം. ഇനി പോളിനേഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്.
പോളിനേഷൻ മസ്റ്റ് ആണ് നേച്ചറിൽ. ഒരു ഒരു ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? പോളിനേഷൻ വേണം. അപ്പം ആന്തറിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞു? സ്ട്രക്ചർ പറഞ്ഞു, മൈക്രോസ്പൊറാൻജിയത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു, ഓരോ ലെയറിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏതാണ്? ടപ്പീറ്റോ ആണ്. ടപ്പീറ്റോത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിറ്റീവിൻ ഫംഗ്ഷൻ. ഇറ്റ് നറിഷസ് ദ മൈക്രോസ്പോർസ്. Then comes the sporogenous tissue. Sporogenous tissue എന്താണ്? It is a group of compactly arranged homogeneous tissue. ഇതിൽ കോമ്പാക്ട്ലി ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിൽ ഗ്യാപ്പ് ഒന്നുമില്ല ആ സെൽസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്. പിന്നെ ഹോമോജീനസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം സ്ട്രക്ചർ, ഈ സെല്ലിന്റെ സ്ട്രക്ചർ വൈസ് ഒരു ഡിഫറൻസും ഇല്ല. ഈ കാണുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് കാണുന്ന എല്ലാ സെൽസും എങ്ങനെയാണ്? സ്ട്രക്ചറലി സിമിലർ ആണ്. ഈ സ്പോറോജീനസ് ടിഷ്യൂ എഗെയിൻ അണ്ടർഗോ നിയോട്ടിക് ഡിവിഷൻ. നിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞാണ് എന്ത് ഫോം ചെയ്യുന്നത്? മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഫ്രം ദ പോളൻ മദർ സെൽ. എപ്പോഴും കാര്യം ഓർക്കുക, മൈക്രോസ്പോറോജെൻസിസ് ഉണ്ടാകുന്നത് PMC അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നല്ല ഒരിക്കലും മൈക്രോസ്പോറോജെൻസിസ് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നല്ല, PMC അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്നാണ് ഈ ഒരു പ്രോസസ്സ്. ഇനി ഫൈനലി ഫോംസ് ദ പോളൻ ഗ്രെയിൻ. ദിസ് മെച്യൂർ പോളൻ ഗ്രെയിൻ ഡിഹൈസസ്. ഡിഹൈസസ് എന്ന് പറഞ്ഞാൽ അത് വിട്ട് പുറത്തേക്ക് വരുന്നു. എങ്ങനെ? ഇറ്റ് ബിക്കംസ് ഡീഹൈഡ്രേറ്റഡ് ആൻഡ് ബ്രേക്സ് അപ്പ്. കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് ഡ്രൈ ഔട്ട് ചെയ്താണ് ഇത് ബ്രേക്ക് ആയിട്ട് പുറത്തു വരുന്നത്. ഇനി നമ്മൾ ഒരു ആന്തർ എടുത്തിട്ട് മിഡിലിൽ കട്ട് ചെയ്യും. വളരെ പ്രയാസമാണ്, അതിന് ഒരു മെത്തേഡ് ഉണ്ട്, പ്രാക്ടിക്കൽസിലൊക്കെ ചെയ്യാം.